അങ്ങനെയാണ് ഞാൻ വില മതിക്കുന്നത്. അപ്പൊ അതിന് 3 വലിയ ചോക്ലേറ്റ് കിട്ടും. അത് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അത്രയും ഭദ്രമായിട്ട് വെച്ചിരുന്ന സാധനം ഇപ്പൊ മിസ്സിംഗ് ആണ്. ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അനീഷിന് ഇന്നലെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് ഒക്കെ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അനീഷ് പറയുന്നുണ്ട്. സോ അത് ആരാണ് എടുത്തതെന്ന് നമുക്കറിയാം. നമ്മുടെ ആദില അമ്മച്ചിയാണ് എടുത്തത്. അപ്പം അതിന് വക്കാലത്തുമായിട്ട് നമ്മുടെ ഷാനവാസിക്ക വന്നിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഷാനവാസ് ശരിക്കും അനീഷിൻ്റെ നല്ലൊരു ഫ്രണ്ടാണോ അറിയത്തില്ല. ഐ നോ എവ്രി വൺ ഈസ് പ്ലേയിങ് ഗെയിം ഇൻസൈഡ് ദാറ്റ് ഹൗസ്. ബട്ട് നാഴികയ്ക്ക് 40 തൊട്ടും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അനീഷിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അനീഷ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു പിടിയിട്ടാത്തൊരു ക്യാരക്ടർ പോലെ. ഹീസ് റിയലി പ്ലേയിങ് ഗെയിം വെൽ. അനീഷിനെ വെച്ചിട്ട് നല്ല പോലെ ഷാനവാസ് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. ഇപ്പം ലൈവിൽ നടന്നൊരു കോൺവെർസേഷനാണ് അനീഷും ഷാനവാസും തമ്മിൽ. അനീഷിൻ്റെ ആ ഒരു കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മിസ്സിങ് ആണ് അനീഷിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ കോയിനും അത് നമ്മുടെ ആദില എടുത്ത് വെച്ചിട്ടുണ്ട്. ആദിലയുടെ പിറകെ നടന്ന് പറയുന്നുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കുന്നൊക്കെ. ലാസ്റ്റ് അനുമോള് പറയുന്നുണ്ട് അനീഷിനോട് 12 ചോക്ലേറ്റ് എനിക്ക് തന്ന ചേട്ടന് ഞാൻ അത് എടുത്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആദില ഒളിപ്പിച്ച് വെച്ചത് ആദിലയുടെ ഒരു ഗെയിമായിട്ട് അവളൊരു ചെറിയൊരു കണ്ടന്റ് ഉണ്ടാക്കിയതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരാൾക്ക് കിട്ടിയൊരു സാധനം അങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെക്കണത് ഭയങ്കര മോശമാണ്. അത് പ്രത്യേകിച്ച് ചോക്ലേറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അനീഷ് ചിലപ്പോൾ അത് ഷെയർ ചെയ്തൊക്കെ കൊടുത്തേനെ. പക്ഷെ അതിനൊന്നും സമയം കൊടുക്കാതെ നമ്മുടെ ആദില മോളെടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആദിലയുടെ പന്ന സ്വഭാവം അതെന്തോ ആവട്ടെ. ഷാനവാസ് ഇപ്പോൾ ഈ ഇടയായിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില ചെയ്യുന്ന എല്ലാ ചെറ്റത്തരത്തിനും കൂടെ നിന്ന് ന്യായീകരിച്ച് അവളെ തിരുത്താനല്ല നോക്കുന്നത്. ആദില നൂറ അവർ ഒരു പെങ്ങന്മാരെ പോലെയാണ് ഷാനവാസ് ട്രീറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ. ആദിലയുടെ സ്വഭാവവും വർത്താനം ശരിയല്ല. ഞാൻ ഇന്ന് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഷാനവാസിന് അതൊരു ക്രേസായി വന്നിരിക്കുകയാണ്. അനീഷ് ആദില തമ്മിലുള്ള ഇഷ്യൂവിൽ നമ്മുടെ ഷാനവാസ് എന്നിട്ട് അനീഷിൻ്റെ അടുത്താണ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ലൈവിലൊക്കെ കണ്ടു കാണും. ആദിലേനെ പറഞ്ഞ് മനസ്സിലാക്കാനോ ആദിലേൻ്റെ തെറ്റ് തിരുത്താനോ ആദില ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞ് അവളെ ക്ലിയർ ചെയ്യാനൊന്നും ഷാനവാസ് ശ്രമിക്കുന്നില്ല. അപ്പോൾ എനിക്കിവിടെ ശരിക്കും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഒരു ആങ്ങള റോള് കളിച്ചിട്ട് അനീഷിനെ സോൺ ഔട്ട് ആക്കാനുള്ള പുറത്തെറിയാനുള്ള ശ്രമമാണോ ഷാനവാസ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മെജോറിറ്റി ആൾക്കാരും ഈ ഷാനവാസിൻ്റെ അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ. കാരണം അനീഷ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരുടെടുത്തും ഇണങ്ങാത്തൊരു സ്വഭാവമാണ്. ഇപ്പോൾ ഗെയിം കളിക്കുന്നതിലായാലും നടക്കുന്നതായാലും ഇരിക്കുന്നതായാലും കഴിക്കുന്നതായാലും എല്ലാം ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ അധികം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ് എന്ന് പറയുന്നത്. അത് പുറത്തും ആൾ അങ്ങനെ തന്നെയാണ്. ആളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽക്കാരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ പലരും കണ്ടു കാണും വീഡിയോ ഒക്കെ. ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തൊരു റിലേഷൻ ആയാലും അത്രയ്ക്ക് വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അനീഷ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തൊരാളാണെങ്കിൽ നടക്കുന്ന വഴിക്കും പോകുന്ന പോക്കൊക്കെ ഫ്രണ്ട്സും ഗ്യാങ്ങൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അനീഷിനെ പോലെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ വളരെ റെയറാണ്. ആൾ സംസാരിക്കുന്ന മനുഷ്യന്മാരായാലും ഓക്കെ ആണ്, അല്ലെങ്കിൽ ആൾക്ക് സേഫ് ആണെന്ന് തോന്നുന്നവരോട് മാത്രമേ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻ കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം അനീഷിന് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ ഒരു ഫീല് ഉണ്ടായത് ഷാനവാസിനോടാണ്. പക്ഷേ ഷാനവാസ് തിരിച്ച് ശരിക്കും അങ്ങനെയാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പം ഇത് പറയുമ്പം പലർക്കും ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്യും. കാരണം ഷാനവാസിനും അനീഷിനും അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഷാനവാസിൻ്റെ ഫാൻസിന് ഹേർട്ട് ആവുമായിരിക്കും. അവർ ചിലപ്പോൾ എന്നെ പൊങ്കാലിടുമായിരിക്കും. പക്ഷേ എനിക്കിത് പറയണം എന്ന് തോന്നി. ഷാനവാസ് ഗെയിം കളിക്കുകയാണ് അനീഷിനെ വെച്ചിട്ട്. അത് ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സംശയമാണ് ഇപ്പോൾ അവരുടെ ആ ഒരു കോംബോ. അനീഷ് ശരിക്കും ജെനുവിനായിട്ടാണ് ഷാനവാസിനോട് സംസാരിച്ചതും കൂട്ടുകൂടിയതൊക്കെ. ഇപ്പം തന്നെ ഈ ലൈവിൽ നടന്ന ഈ ഒരു സംഭവം നമുക്ക് കാണാം. അനീഷിനത് ഭയങ്കര ഹേർട്ടാവുന്നുണ്ട്. അനീഷ് ക്യാമറയുടെ മുമ്പ് വന്നിട്ട് ചോക്ലേറ്റ് മിസ്സിങ് ആണെന്നുള്ള കാര്യം ബിഗ് ബോസിനോട് എന്തോ കൺവേ ചെയ്യാനായിട്ട് പോവായിരുന്നു. അപ്പോൾ ഷാനവാസ് ബാക്കിൽ വന്ന് നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനീഷിനെ. നമുക്കത് കണ്ടിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അത് ഷാനവാസിൻ്റെ ഗെയിമാണ്. പക്ഷേ
അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്തോ ഒരു സംഭവം ഉള്ള പോലെ ഷാനവാസിന് അനീഷിനോടുള്ള ആ ഒരു കൂട്ടുകെട്ട് അതെന്തോ ജെനുവിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അനീഷിനെ കരുവാക്കിക്കൊണ്ട് ഷാനവാസ് ഇവിടെ കളിക്കുകയാണെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമ്മാനത്തിനാണ് ഞാൻ വില മതിക്കുന്നത്. അപ്പൊ അതിന് 3 വലിയ ചോക്ലേറ്റ് കിട്ടും. അത് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അത്രയും ഭദ്രമായിട്ട് വെച്ചിരുന്ന സാധനം ഇപ്പൊ മിസ്സിംഗ് ആണ്. അത്രേ ഉള്ളൂ, ആ മിസ്സിംഗ് ആണ്. അതെടുത്തത് പെങ്ങളൂട്ടിയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഷാനവാസ് അത് ന്യായീകരിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്. അതെ, ഞാൻ ഇങ്ങനെ കിട്ടുന്ന സമ്മാനങ്ങളൊന്നും അങ്ങനെ മിസ് ചെയ്ത് കളയുന്ന ആളല്ല. എനിക്ക് അതിന് വാല്യൂ ഉണ്ട്, മനസ്സിലായോ? നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അത് അനീഷ് പറഞ്ഞ വളരെ ശരിയാണ്. അത് അനീഷിന് കിട്ടുന്ന ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ അത്ര വാല്യൂ ഉള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ മിസ് ചെയ്യാറില്ല എന്ന് അനീഷ് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് ഞങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ വാല്യൂ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ പെങ്ങളൂട്ടി എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് പെങ്ങളൂട്ടിയുടെ കയ്യിൽ നിന്ന് മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവളെ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ട് കൊടുത്തേനെ. അത്രയ്ക്ക് നല്ലൊരു കൂട്ടുകാരനല്ലേ അനീഷ്. അപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കണ്ടേ? രണ്ടുപേർക്കും അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നീ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ സ്പേസിൽ വന്ന് നിങ്ങൾ രണ്ടുപേര് കടന്നു കയറുന്നത് അത് വേറെ മാറ്റർ അല്ല, അത് സെയിം മാറ്റർ തന്നെയാണ്. അതെ, ഞാനിപ്പോ 2ാമത്തെ തവണയാണ് ഇവിടെ ക്യാമറയോട് വന്ന് സംസാരിക്കുന്നത്, അല്ല 2ാമത്തെ തവണ. അപ്പൊ നിങ്ങൾ എന്ത് ഇന്റൻഷൻ വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്? എനിക്ക് അറിയാണ്ട് ചോദിക്കാം, എന്ത് ഇന്റൻഷൻ വെച്ചിട്ടാണ്? ഇല്ലാത്ത സമയത്ത് ഒന്ന് പറഞ്ഞോട്ടെ. സത്യം എനിക്ക് ഒരു ഇന്റൻഷൻ എടുക്കാൻ വേണ്ടി പാവ അനീഷിനിട്ട് വെറുതെ ചൊറിയാണ്. അത് ചിലപ്പം ഷാനവാസ് ഫണ്ണായിട്ടാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അനീഷിന്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. അനീഷ് നിൽക്കുന്ന ആ ഒരു നിപ്പുണ്ട് ഷാനവാസിനെ നോക്കി. അനീഷ് ഷാനവാസിനെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണക്കാക്കിയത്. ചിലപ്പോൾ അനീഷ് പ്രതീക്ഷിച്ച് കാണത്തില്ല. ആദില ചെയ്യുന്ന കോപ്രായങ്ങൾക്കൊക്കെ ഷാനവാസ് കൂടെ നിന്ന് ആദിലേനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അനീഷിന് അത് ചിലപ്പോൾ ഹേർട്ടാവുന്നുണ്ടാവും. ബാത്റൂം ഏരിയയിൽ നിന്ന് അനീഷ് ആദിലും തമ്മിലുള്ള ഇഷ്യൂ അനീഷിനോട് വന്നിട്ട് ഒന്ന് ഒതുങ്ങാൻ ഷാനവാസ് പറയണം. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് ആദിലയുടെ വക്കാലത്തുമായിട്ട് വന്നിരിക്കുകയാണോ എന്നൊക്കെ. അത് അനീഷ് ഉള്ളിൽ നിന്ന് വന്ന് ചോദിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പറയുന്ന ഷാനവാസ്, ഈ അനീഷും ആദിലയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഷാനവാസ് കൂടെ നിന്നിട്ടുള്ളത് ആദിലയുടെ കൂടെ തന്നെയാണ്. ആദിലേനെ എന്തിനാണ് ഇങ്ങനെ എല്ലാ ചെറ്റത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ കൂടി ഞാൻ വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് വളരെ അകലെ നിന്ന് പോലും കണ്ടിട്ടുള്ളൂ. അതിലിപ്പോ കണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നിനക്കിപ്പോ വേണ്ടത് ആ കോയിൻ കൊടുത്ത ചോക്ലേറ്റ് അല്ലേ, അത് മാത്രമോട് പറ. അത് പറയാൻ ഷാനവാസ് ആരാ? അനീഷ് തീരുമാനിക്കും ക്യാമറയുടെ മുമ്പിൽ എന്ത് പറയണം പറയണ്ടെന്നുള്ളത്. അത് അനീഷ് അപ്പൊ പറയുന്നുണ്ട് അത് തീരുമാനിക്കേണ്ടത് ഞാനാണെന്നുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല, മനസ്സിലായോ? ഞാൻ ആദ്യമായിട്ടാണ് ഷാനവാസ് ഭയങ്കര ക്യൂട്ടായിട്ട് ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ നിന്ന് പുഴുത്ത് കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾക്ക് എന്താ ഡെയിലി ഓരോ ഡെയിലി കിട്ടുന്ന പോലെയാണ് നിങ്ങളുടെ ഒരു പെരുമാറ്റം. അതെ അതെ, നിങ്ങൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും നല്ലൊരു ഡയറക്ടറിനോട് കഥ പറയുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതിന് സമ്മാനം കിട്ടുമ്പോ അതിന് വലിയ വാല്യൂ ഉണ്ട്, മനസ്സിലായി? ഞാൻ അത് നിധി പോലെ ട്രഷർ പോലെയാണ് അതിനുള്ളിൽ വെച്ചിരുന്നത്. അവിടെ നിന്നാണ് ഷെഡ് വെച്ചത് കൂട്ടത്തിലോ, ഷെഡ് വെച്ച കവറിലോ നിധി പോലെ വെച്ചത്. അനീഷ് എന്തോ ഷെഡി വെച്ചിരുന്ന കവറെല്ലാം കണ്ടാണ് അത് സൂക്ഷിച്ച് നിധി പോലെ വെച്ചിരുന്നത് എന്നാണ് ഷാനവാസ് പറയുന്നത്. വേറെ എവിടെ വെച്ചാലും എടുത്തോണ്ട് പോകും. കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് ഫുള്ള് കള്ളന്മാരാണ്. അടുക്കളയിൽ കള്ളന്മാർ, ബെഡ്റൂമിൽ കള്ളന്മാർ, ഫുള്ള് കള്ളന്മാരെയാണ് ഈ സീസണിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് സത്യം പറയല്ല ഈ സീസണിനകത്ത് ഫുള്ളുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൂടെ ജീവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഷെഡി വെക്കണ കവറിനകത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മളെ വയറിനകത്ത് കുത്തിത്തുരന്ന് വെക്കണം, എന്നാലേ അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അനീഷ് ഷഡ്ഡി വെക്കുന്ന കവറിനകത്ത് എന്തോ ആണ് ഇട്ട് വെച്ചിരുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത്. അതിനകത്തുനിന്ന് പോലും എടുത്തുകൊണ്ട് പോയി എന്നുള്ള കാര്യമാണ് കോമഡി. ഞാനത് വെച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് വേറൊരു കവറിലാണ്, മനസ്സിലായി? ഷാനവാസ് അത് എടുത്തോണ്ട് പോയത് ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഷാനവാസ് നമ്മുടെ ആദിലെ അമ്മച്ചീനെ നല്ലപോലെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിലിനെ വെച്ചാണ് ഷാനവാസ് ഇവിടെ ഗെയിം കളിക്കുന്നത്. പക്ഷെ അത് അനീഷ് മനസ്സിലാക്കിയാൽ അനീഷിന് നല്ലതാണ്. എന്തൊക്കെ പറഞ്ഞാലും അനീഷ് എന്നെ
അവസാനം വരെ കാണും. ഷാനവാസിന് ഇതിനിടയ്ക്ക് ഇപ്പം നെഗറ്റീവ് ആവുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ആദിലയായിട്ടുള്ള ഷാനവാസിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് അത് ശരിയായ ട്രാക്കല്ല എന്നെനിക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ആദിലയായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഷാനവാസിന് എവിടെയൊക്കെയോ നെഗറ്റീവ് അടിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പം ഈ ഇടയായിട്ട് ഷാനവാസിൻ്റെ പോക്ക്, ആളുടെ ബോണ്ടിങ്ങും കാര്യങ്ങളും അതത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ആദിലേനെ നല്ല പോലെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദിലേനെ നല്ല പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവൾ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരവും ഷാനവാസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനീഷിനെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം കണ്ടുവരുന്നുണ്ട്. ആദില ഇന്ന് മറ്റേ വെള്ളമൊക്കെ എടുത്ത് അനീഷിൻ്റെ പുറത്ത് എറിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് വന്നിട്ട് ആദിലേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനീഷ് എന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്, അനീഷ് റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചത് കൊണ്ടാണ് ആദിൽ അങ്ങനെ ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ആദിൽ അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഷാനവാസ് ഈ ആദിൽ ചെയ്യുന്ന എല്ലാ ചെറ്റത്തരത്തിനും കൂടെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഫ്രണ്ട് എന്ന് കരുതിയ അനീഷിന് അത് ചിലപ്പോൾ ഹേർട്ട് ആവുമായിരിക്കും. കാരണം അനീഷിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അത്രയും വാല്യൂ ചെയ്യുന്ന മനുഷ്യനാണ്. ബാക്കി കാണിക്കുന്ന കള്ളത്തരത്തിനൊക്കെ കൂട്ട് ഷാനവാസ് നിൽക്കുമ്പോഴത്തേക്കും അനീഷിന് അത് ഹേർട്ടായി കാണും. അതുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുമാത്രമല്ല അനീഷിൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് ക്യാമറയോടൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വന്ന് നിന്ന് ഷാനവാസ് വന്ന് നിന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ്. നീ അത് അടിവസ്ത്രം വെക്കുന്ന സ്ഥലത്താണെന്ന് പറയരുത്. അത്ര ചീപ്പല്ല ഞാൻ. അത്രയും ഭദ്രമായിട്ടാണ് തപ്പിയത്. ഉത്തരം പറയൂ അനീഷ്, ഉത്തരം പൊട്ടിപ്പോയോ? അനീഷ് സത്യം പറഞ്ഞാൽ ഷാനവാസിനിട്ട് നല്ലപോലെ കൊടുത്തു. നീ എന്തിനാ ഇതിൻ്റെ ഇടയിൽ ഇടപെടാൻ വരുന്നത്? എനിക്ക് ക്യാമറയോട് സംസാരിക്കാം, എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കാൻ അറിയാം, നീ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്? അനീഷ് എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ ഒരു പിണക്കം പോലെ, ഷാനവാസിനോട് ഇച്ചിരി പിണക്കം പോലെ തോന്നി. എനിക്ക് തോന്നുന്നു അനീഷിനെ കൊണ്ടത് ഈ ഷാനവാസ് എപ്പോഴും ആദിലേനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അനീഷ് നോട്ട് ചെയ്തിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അനീഷിനെ വെച്ച് കളിക്കുകയാണെന്നുള്ള കാര്യം അനീഷിന് എവിടെയോ കിട്ടി. അതുകൊണ്ടാണ് അനീഷ് മാറാനായിട്ട് ശ്രമിക്കുന്നത്. ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് അനീഷ് ശ്രമിക്കുന്നുണ്ട്. ഷാനവാസിന് അനീഷിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഒരു വിയേർഡായിട്ട് ഫീൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനീഷിനെ എൻ്റെ വലയിലാക്കും, അങ്ങനെയുള്ള രീതിയിൽ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താലും അനീഷിനെ എൻ്റെ വലയിൽ കൊണ്ടുവരും എന്നൊക്കെ ഉള്ള രീതിയിൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അടുപ്പിക്കേണ്ട ഒരു സംഭവമാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? അനീഷ് ആ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് കൊണ്ട് സ്നേഹിപ്പിക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല. നമുക്ക് തോന്നണം ഇയാൾ ഫ്രണ്ടായിട്ട് നമുക്ക് അടുത്ത് നിർത്താം എന്നുള്ളത്. അനീഷ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അനീഷിന് അറിയാം ആരെ എങ്ങനെ നിർത്തണം എന്നുള്ളത്. ഇപ്പോൾ ഷാനവാസ് അനീഷ് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അനീഷിന് എന്തോ ഒരു വിയേർഡ് ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് ഇപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് ഷാനവാസിൻ്റെ അടുത്ത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ശരിക്കും ഈ ബിഗ് ബോസിനകത്ത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പാമ്പിന് പാല് കൊടുക്കുന്ന പോലെയാണ്, ചിലപ്പോൾ കൊത്തും, അത് പറയാൻ പറ്റത്തില്ല. ഈ അനീഷ് ശരിക്കും ആദ്യം നിന്ന പോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ അനീഷിനത് നല്ലതായിരിക്കും. ഷാനവാസ് ശരിക്കും അവിടെ ഗെയിം കളിക്കുകയാണെന്ന് അനീഷ് മനസ്സിലാക്കട്ടെ.